ധനുരാശിയിലെ നക്ഷത്രമായ പൂരാടം ശുക്രന്റെ ആധിപത്യമുള്ള നക്ഷത്രമാണ്. ജീവിതം ആസ്വദിക്കാനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും സദാ പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. 2026 ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വ്യാഴം, ശനി, രാഹു, കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ പൂരാടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഭദ്രതയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം പകുതി വരെ കർക്കടക മാസവും പിന്നീട് ചിങ്ങമാസവും വരുന്നു. ചിങ്ങമാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും മാസമാണ്. 2026 ഓണക്കാലം കണക്കിലെടുക്കുമ്പോൾ ഈ മാസം ചെലവുകളും വരുമാനവും തമ്മിലുള്ള ഒരു വടംവലിക്ക് വലിയ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുമെങ്കിലും ചിങ്ങമാസത്തിലെ ബോണസ് അല്ലെങ്കിൽ ഉത്സവ അലവൻസുകൾ സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോലി സ്ഥലത്തെ സമ്മർദ്ദം കാരണം അധിക വരുമാനത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഓഗസ്റ്റ് അവസാനത്തോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര രംഗത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, സ്വർണം, ഇലക്ട്രോണിക്സ്, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം വരുമാനത്തിൽ വൻ വർധനവിന് സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലെ ഓണം വിപണി ഇവർക്ക് വലിയ ലാഭം നൽകിയേക്കാം. എങ്കിലും മത്സരങ്ങൾ പരത്തുന്നത് ലാഭവിഹിതം നേരിയ തോതിൽ കുറയ്ക്കാൻ കാരണമായേക്കാം. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ സർഗാത്മക കഴിവുള്ളവരാണ്. ഡിസൈനിങ്, എഴുത്ത്, സിനിമ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാനും തടസ്സപ്പെട്ട് കിടന്ന പ്രതിഫലം ലഭിക്കാനും ഓഗസ്റ്റ് 2-ാം വാരത്തിന് ശേഷം സാധ്യതകൾ തെളിയുന്നുണ്ട്. ഓഗസ്റ്റ് 17 ചിങ്ങം 1-ാം തീയതി ആരംഭിക്കുന്നു. ജ്യോതിഷപരമായി ചിങ്ങം രാശി സൂര്യന്റെ സ്വക്ഷേത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സൂര്യന്റെ ഈ മാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചിങ്ങമാസത്തിൽ പുതിയ ബിസിനസ്സുകളോ പാർട്ട് ടൈം ജോലികളോ തുടങ്ങുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകാൻ സാധ്യതയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട സബ്സിഡികൾ, ലോണുകൾ അല്ലെങ്കിൽ ഗ്രാന്റുകൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവിച്ചിരുന്ന സാമ്പത്തിക മന്ദത ചിങ്ങം പിറക്കുന്നതോടെ മാറാൻ സാധ്യതയുണ്ട്. തടസ്സപ്പെട്ട് കിടന്ന ഫയലുകൾ നീങ്ങാനും അതുവഴി പണം കൈവശമെത്താനും സാധ്യത കാണുന്നു. വരുമാനത്തിനൊപ്പം തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ചെലവുകളെ കുറിച്ച് പൂരാടം നക്ഷത്രക്കാർ ബോധവാന്മാരായിരിക്കണം. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ വാങ്ങാനും ഗൃഹോപകരണങ്ങൾ പുതുക്കാനും വലിയൊരു തുക ചെലവാക്കാൻ പൂരാടം നക്ഷത്രക്കാർ താല്പര്യപ്പെടും. ശുക്രന്റെ സ്വാധീനം കാരണം ആഡംബര വസ്തുക്കളോടുള്ള താല്പര്യം കൂടുന്നതിനാൽ ക്രെഡിറ്റ് കാർഡുകൾ അമിതമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭാവിയിൽ ബാധ്യതയാകാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനായി അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഓഗസ്റ്റ് മാസത്തിൽ പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന മാസമായതിനാൽ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിക്ഷേപങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണിത്. ദീർഘകാല നിക്ഷേപമായി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിങ്ങമാസം അനുകൂലമാണ്. വിലക്കയറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ വാങ്ങുന്നതാണ് ഉചിതം. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഉള്ള സാധ്യതകൾ തെളിയും. എന്നാൽ ആധാരങ്ങളും മറ്റ് രേഖകളും കൃത്യമായി പരിശോധിച്ചില്ലെങ്കിൽ ഭാവിയിൽ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നേരിട്ടുള്ള ട്രേഡിങ്ങിനേക്കാൾ മ്യൂച്വൽ ഫണ്ടുകളോ ബ്ലൂ ചിപ്പ് ഓഹരികളോ തെരഞ്ഞെടുക്കുന്നതാണ് സുരക്ഷിതം. അനാവശ്യമായ റിസ്കുകൾ എടുക്കുന്നത് വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. കടബാധ്യതകളുടെ കാര്യത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ഒരു റിവിഷൻ പീരീഡ് ആണ്. പഴയ വായ്പകൾ ക്ലോസ് ചെയ്യാൻ ആവശ്യമായ പണം കണ്ടെത്താൻ സാധിച്ചേക്കാം. എന്നാൽ പുതിയ വായ്പകൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വ്യക്തിഗത വായ്പകൾ, പലിശ നിരക്കുകൾ ശ്രദ്ധിക്കണം. തിരിച്ചടവ് ശേഷി പരിശോധിക്കാതെ ലോൺ എടുക്കുന്നത് വലിയ കെണിയിൽ വീഴ്ത്താൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കാൻ ഈ മാസം അനുകൂലമല്ല. അത്തരം സാഹചര്യങ്ങൾ സാമ്പത്തികമായി നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട്. ലേലം വിളിച്ച് ചിട്ടിപ്പണമെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ പണം മറ്റ് ബാധ്യതകൾ തീർക്കാൻ മാത്രം ഉപയോഗിക്കുക. പുതിയ ആഡംബരങ്ങൾക്കായി അത് വിനിയോഗിക്കുന്നത് നഷ്ടമുണ്ടാക്കും. നിങ്ങളുടെ അറിവോ കഴിവോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വിപണനം ചെയ്യുന്നത് അധിക വരുമാനത്തിന് വഴിയൊരുക്കും. ഓഗസ്റ്റ് മാസത്തിലെ ആഘോഷങ്ങൾ മുൻനിർത്തി ചെറുകിട കച്ചവടങ്ങൾ പരീക്ഷിക്കുന്നത് ലാഭകരമാകാൻ സാധ്യതയുണ്ട്. നിലവിലെ ജോലിയിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നതിനായി പുതിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യുക. ഇതിനുള്ള നിക്ഷേപം ഭാവിയിൽ വലിയ വരുമാനം നൽകും. ഉപയോഗിക്കാത്ത ആപ്പുകൾ, മാസികകൾ, മറ്റ് സേവനങ്ങൾ എന്നിവയുടെ വരിസംഖ്യകൾ ഒഴിവാക്കുന്നത് ചെറിയ രീതിയിലുള്ള സമ്പാദ്യത്തിന് സഹായിക്കും. സാധ്യതകൾ മുൻനിർത്തി പറയുമ്പോൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ, മാസികകൾ, മറ്റ് സേവനങ്ങൾ എന്നിവയുടെ വരിസംഖ്യകൾ ഒഴിവാക്കുന്നത് ചെറിയ രീതിയിലുള്ള സമ്പാദ്യത്തിന് സഹായിക്കും. സാധ്യതകൾ മുൻനിർത്തി പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തിക കരാറുകളിൽ ഒപ്പിടുമ്പോൾ എല്ലാ നിബന്ധനകളും വായിച്ചു നോക്കുക. അല്ലാത്ത പക്ഷം നിയമപരമായ കുരുക്കുകളിൽപ്പെട്ട് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പണമിടപാടുകളിൽ അടുത്ത സുഹൃത്തുക്കളെ പോലും അന്ധമായി വിശ്വസിക്കരുത്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് ബന്ധങ്ങളെയും സാമ്പത്തികത്തെയും സംരക്ഷിക്കും. യാത്രകൾക്കിടയിൽ വിലപ്പെട്ട വസ്തുക്കളോ പണമോ നഷ്ടപ്പെടാൻ നേരിയ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ തിരക്കുള്ള യാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക.
ജ്യോതിഷപരമായി പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ മഹാലക്ഷ്മി വദനം സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാനും ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് നല്ലതാണ്. വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് സാമ്പത്തികമായി പോസിറ്റീവ് എനർജി നൽകും. പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് വിദ്യയുമായി ബന്ധപ്പെട്ട വരുമാനത്തിന് ഗുണകരമാണ്. വരുമാനത്തിനനുസരിച്ചുള്ള ചെലവെന്ന തത്വം ഈ മാസം കർശനമായി പാലിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ അനുകൂലമായ സമയമാണിത്. കറൻസി മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായേക്കാം. എങ്കിലും നാട്ടിലെ അനാവശ്യമായ റിയൽ എസ്റ്റേറ്റ് മോഹങ്ങൾക്കായി വലിയ തുകകൾ കടം വാങ്ങി നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിങ്ങം കർഷകരുടെ മാസമാണ്. നല്ല വിളവ് ലഭിക്കാനും അത് വിപണിയിൽ ന്യായമായ വിലയ്ക്ക് വിറ്റഴിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും കാലവർഷം കനക്കുകയാണെങ്കിൽ കൃഷിനാശത്തിനുള്ള സാധ്യതയും മുൻകൂട്ടി കണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. കുടുംബ ബജറ്റ് നിയന്ത്രിക്കുന്നതിൽ പൂരാടം നക്ഷത്രക്കാരായ വീട്ടമ്മമാർക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ചെറുകിട സമ്പാദ്യ പദ്ധതികളിൽ ചേരുന്നത് വഴി ചെറിയ തുകകൾ ഭാവിയിലേക്ക് കരുതി വെക്കാൻ സാധിക്കും. 2026 ഓഗസ്റ്റ് മാസത്തെ സാമ്പത്തിക വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് മുന്നിലുള്ളത് വെല്ലുവിളികളും അവസരങ്ങളും ഒരേപോലെ നിറഞ്ഞ ഒരു പാതയാണ്. ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്ത വരുമാനം, ചെലവ്, നിക്ഷേപം, ബാധ്യതകൾ എന്നിവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ്. സാമ്പത്തിക ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രം വിജയിക്കാവുന്ന ഒരു മാസം. ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചെറിയ സാമ്പത്തിക തടസ്സങ്ങളോ വരുമാനത്തിലോ കുറവോ കണ്ട് പൂരാടം നക്ഷത്രക്കാർ നിരാശരാകേണ്ടതില്ല. കാരണം ഇത് വലിയൊരു കുതിപ്പിന് മുന്നോടിയായുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിരിക്കാം. ചിങ്ങമാസത്തിന്റെ വരവോടെ വിപണിയിലും വ്യക്തിജീവിതത്തിലും ഉണ്ടാകുന്ന ഉണർവ് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ സജീവമാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് ലഭിക്കുന്ന അധിക വരുമാനം അനാവശ്യമായ ആഡംബരങ്ങൾക്കായി മാറ്റിവെക്കാതെ നിലവിലുള്ള ബാധ്യതകൾ തീർക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യവും ആഡംബരവും ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഓണം പോലുള്ള ഒരു ആഘോഷം വരുമ്പോൾ കൈവിട്ട രീതിയിലുള്ള ചെലവുകൾക്ക് വലിയ സാധ്യതയുണ്ട്. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, സമ്മാനങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കുമ്പോൾ അത് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാത്ത രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. കയ്യിലുള്ളത് മാത്രം ചെലവാക്കുക എന്ന നയം ഈ മാസം കർശനമായി പാലിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് കുരുക്കുകളിൽ നിന്നും പലിശ ഭാരത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വലിയ റിസ്കുകൾ എടുത്ത് പെട്ടെന്ന് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ മാസം ഗുണകരമായേക്കില്ല. പകരം മണ്ണിലും സ്വർണത്തിലും നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ കൈത്താങ്ങായി മാറാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഒരു വലിയ ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ അവ പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ ഈ മാസം നടത്താവുന്നതാണ്. കുറഞ്ഞ പലിശ നിരക്കിലുള്ള ലോണുകളിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ ചെറിയ കടങ്ങൾ തീർത്ത് ബാധ്യതകളുടെ എണ്ണം കുറയ്ക്കുന്നതോ ആയ നടപടികൾ മാനസികമായി നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ തേടുമ്പോൾ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ വിപണനം ചെയ്യാൻ ശ്രമിക്കുക. ചുരുക്കത്തിൽ 2026 ഓഗസ്റ്റ് മാസത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ഫലങ്ങൾ അവരുടെ മുൻകരുതലുകളെയും തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും. വരാനിരിക്കുന്ന മാസങ്ങളിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ മാസം ഇടുന്ന അടിത്തറ വളരെ പ്രധാനമാണ്.